എല്ലാവർക്കും ഹിന്ദി ഈസി ലേണിംഗ് ക്ലാസ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സർവനാം, വിഭക്തി, പ്രത്യയ് ഇവയാണ് പരിചയപ്പെടാൻ പോകുന്നത്. വിഭക്തി കാ, കെ, കി, മേം, പർ, സേ, കെ, ലിയേ, നെ. വിഭക്തി എന്ന് പറഞ്ഞാൽ സർവനാമത്തിനു ശേഷം വരുന്ന കാരകത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. സർവനാം വഹ്, യഹ്, വേ, യേ, ഹം, തും, ആപ്പ്, മേം, തു. വഹ് പ്ലസ് ക. വഹ് എന്ന് പറഞ്ഞാൽ അവൻ, അവൾ, അത്, ആ എന്നീ അർത്ഥമാണ് വരുന്നത്. വഹ് പ്ലസ് ക ഉസ്ക അവൻ്റെ. വഹ് പ്ലസ് കെ ഉസ്കെ അവരുടെ. വഹ് പ്ലസ് കി ഉസ്കി അവളുടെ. വഹ് പ്ലസ് പർ ഉസ് പർ അതിൽ. വഹ് പ്ലസ് മേം ഉസ്മേം അതിൽ. വഹ് പ്ലസ് സേ ഉസ്സെ ഉസെ അതിൽ നിന്ന്. വഹ് പ്ലസ് നെ ഉസ്നെ. വഹ് പ്ലസ് കെ ലിയേ ഉസ്കെ ലിയേ അവനു വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി. വഹ് എന്ന് വരുമ്പോൾ എപ്പോഴും ഉസ് എന്ന പദമാണ് വരിക. അതെപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. യഹ്, യഹ് ഇത്, ഇവൻ, ഈ, ഇവൾ എന്നുള്ള മീനിങ് ഉപയോഗിക്കും. യഹ് പ്ലസ് ക ഇസ്ക ഇവൻ്റെ. യഹ് പ്ലസ് കി ഇസ്കി ഇവളുടെ. യഹ് പ്ലസ് കെ ഇസ്കെ ഇവരുടെ. യഹ് പ്ലസ് മേം ഇസ്മേം ഇതിൽ. യഹ് പ്ലസ് പർ ഇസ് പർ ഇതിൽ. യഹ് പ്ലസ് സേ ഇസെ ഇസ്സെ ഇതിൽ നിന്ന്. യഹ് പ്ലസ് നെ ഇസ്നെ. യഹ് പ്ലസ് കെ ലിയേ ഇസ്കെ ലിയേ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി. യഹ് എന്ന് വരുമ്പോൾ എപ്പോഴും ഇസ് എന്ന പദമാണ് വരിക. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഹം എന്നാൽ ഞങ്ങൾ. ഹം പ്ലസ് ക ഹമാര ഞങ്ങളുടെ. ഹം പ്ലസ് കെ ഹമാരെ. ഹം പ്ലസ് കി ഹമാരി. ഹം പ്ലസ് നെ ഹംനെ. ഹം പ്ലസ് കെ ലിയേ ഹമാരെ ലിയേ ഞങ്ങൾക്ക് വേണ്ടി. ബാക്കിയെല്ലാം ഞങ്ങൾ, ഞങ്ങളുടെ എന്നുള്ള മീനിങ് ആണ് വരിക. അത് സ്ത്രീലിംഗം വരുമ്പോഴും പുല്ലിംഗം വരുമ്പോഴും വരുന്ന വ്യത്യാസമാണ് ശ്രദ്ധിക്കേണ്ടത്. മേം, മേം എന്ന് പറഞ്ഞാൽ ഞാൻ. മേം പ്ലസ് ക മേര എൻ്റെ. മേം പ്ലസ് കെ മേരെ. മേം പ്ലസ് കി മേരി. മേം പ്ലസ് നെ മേംനെ. മേം പ്ലസ് പർ മുझ पर. മേം പ്ലസ് സേ മുझसे മുझे. മേം എന്നുള്ളത് ഞാൻ എന്ന അർത്ഥമാണ്. ഞാൻ വരുമ്പോൾ സ്ത്രീലിംഗമാണ് വരുന്നതെങ്കിൽ കി വരും. അപ്പം മേരി. പുല്ലിംഗമാണെങ്കിൽ ക എന്നും മേര എന്നാണ് വരിക. മുझसे എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, എന്നെ എന്നുള്ള മീനിങ്. തു നീ. തു പ്ലസ് ക തേര നിൻ്റെ. തു പ്ലസ് കെ തേരെ. തു പ്ലസ് കി തേരി. തു പ്ലസ് നെ തൂനെ. തു പ്ലസ് പർ തുझ पर. തു പ്ലസ് സേ തുझे തുझसे. തു എന്നുള്ളത് നീ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. തൂവിൻ്റെ കൂടെ ക ഒരു പുല്ലിംഗാണ് വരുന്നതെങ്കിൽ തേര നിൻ്റെ. തു പ്ലസ് കെ തേരെ നിങ്ങളുടെ. തു പ്ലസ് കി തേരി നിൻ്റെ സ്ത്രീലിംഗം വരുമ്പോൾ തേരി. തു പ്ലസ് നെ തൂനെ നിന്നെ. തു പ്ലസ് പർ തുझ पर നിന്നിൽ. തു പ്ലസ് സേ തുझसे നിന്നിൽ നിന്ന് എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. നെക്സ്റ്റ് തും. തും പ്ലസ് ക തുമാര നിങ്ങളുടെ. മുതിർന്ന വ്യക്തികളെയാണ് പറയുന്നതെങ്കിൽ തുമാര നിങ്ങളുടെ. തും പ്ലസ് കെ തുമാരെ. തും പ്ലസ് കി തുമാരി. തും പ്ലസ് കെ ലിയേ തുമാരെ ലിയേ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള മീനിങ് ആണ് തും. തും വെച്ചാൽ നിങ്ങൾ. നമ്മൾ പ്രായത്തിൽ താഴ്ന്ന വ്യക്തികളെ തു നീ എന്ന് പറയും. അല്ലെങ്കിൽ സമപ്രായക്കാരായ വ്യക്തികളെ തു നീ എന്നാണ് പറയുക. പക്ഷേ പ്രായത്തിന് മുതിർന്ന വ്യക്തികളെ തും എന്നാണ് സംബോധന ചെയ്യേണ്ടത്. നെക്സ്റ്റ് വേ. വേ എന്നാൽ അവർ. വേ പ്ലസ് ക
ബഹുവചനം വരുമ്പോൾ നമ്മൾ വഹിൻ്റെ പ്ലൂറൽ ഫോമാണ്, അതിൽ ബഹുവചന രൂപമാണ് വേ എന്നുള്ളത്. അപ്പോൾ വേ പ്ലസ് ക ഉനുക്ക, വേ പ്ലസ് കെ ഉനുക്കെ, വേ പ്ലസ് കി ഉനുക്കി, വേ പ്ലസ് पर ഉനപ്പർ, വേ പ്ലസ് ने ഉനെ, വേ പ്ലസ് സെ ഉനസെ, വേ പ്ലസ് കെ ലിയെ ഉനിക്കെ ലിയെ, അവർക്ക് വേണ്ടി. അവർ എന്നുള്ള മീനിങ്ങാണ് വേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേ എന്ന് വരുമ്പോൾ എപ്പോഴും ഉൻ എന്നാണ് വരിക. വഹ് വരുമ്പോൾ ഉസ് വരുന്നത് പോലെ വേ വരുമ്പോൾ എപ്പോഴും ഉൻ എന്ന രൂപമാണ് വരുന്നത്. നെക്സ്റ്റ് എ, ഇവർ എന്നുള്ള മീനിങ്ങാണ്. എ വരുമ്പോൾ ഇൻ എന്നുള്ളതാണ് വരിക. എ പ്ലസ് ക ഇനുക്ക, എ പ്ലസ് കെ ഇനുക്കെ, എ പ്ലസ് കി ഇനുക്കി, എ പ്ലസ് നെ ഇനേം, എ പ്ലസ് സെ ഇനുസെ, എ പ്ലസ് पर ഇനപ്പർ, ഇതിൽ, ഇവരുടെ, ഇതിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ എ എന്നുള്ള ബഹുവചന രൂപമാണ്. യഹ് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് എ എന്നുള്ളത്. അപ്പോൾ എ വരുമ്പോൾ എപ്പോഴും ഇൻ എന്ന ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക.